ഹായ് ഹലോ വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് കസ്റ്റമർ ഒരു ചുരിദാർ അയൺ ചെയ്തപ്പോൾ അത് ചെറുതായിട്ടൊന്ന് പണി പാളിപ്പോയിട്ടോ. അപ്പോൾ അതൊന്ന് എങ്ങനെയെങ്കിലും ശരിയാക്കി തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് തന്നതാണ്. അപ്പോൾ അത് വേറെ സ്ഥലത്താണ് സ്റ്റിച്ച് ചെയ്തിരുന്നത്. അപ്പോൾ അവർ തൽക്കാലം അവിടെ ഒരു പീസ് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുത്തായിരുന്നു. പിന്നെ അത് നോക്കുമ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ അത് പറഞ്ഞു പോയി. അപ്പോൾ പിന്നീടാണ് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒന്ന് ശരിയാക്കി തരും, എന്തെങ്കിലും അവിടെ ഒരു മാർഗ്ഗം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചത്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഇന്ത്യയിൽ ഇങ്ങനെ ഒരു പീസ് ഉണ്ട്, ഒരു പ്രിൻ്റുള്ള വർക്കുള്ള ഒരു പീസ് ഉണ്ട്, അതിൻ്റെ ആ ഡിസൈൻ മാത്രം കട്ട് ചെയ്തിട്ട് എടുത്ത് തന്നാൽ മതിയോ, വെച്ച് തന്നാൽ മതിയോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു തൽക്കാലം അത് ചെയ്ത് തന്നാൽ മതി, കോട്ടൻ്റെ നല്ല ഡ്രസ്സാണ്, എനിക്ക് വീട്ടിലെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കി തരണം, അതങ്ങനെ ഹോള് വന്നിട്ട് ഉപയോഗിക്കാൻ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു തൽക്കാലം ഇങ്ങനെ ഒരു വർക്കിൻ്റെ ഒരു പീസ് ഉണ്ട്, അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ശരിയാക്കി തരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ സോൾഡറിങ് അയൺ വെച്ചിട്ട് അത് ഒരുക്കി അതിൻ്റെ ആ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തു കേട്ടോ. കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ അടിയിൽ പേപ്പർ ക്യാൻവാസ് വെച്ചുകൊണ്ട് ആ പേപ്പർ ക്യാൻവാസിൻ്റെ ആ ഒരു പിന്നെ കടലാസ് അങ്ങനെ വേറിട്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ ഒരു ചുരിദാർ കട്ട് എടുത്തതിന് ശേഷം ആ ഒരു ചുരിദാറിൻ്റെ ആ ഭാഗത്ത് മാത്രം വെക്കുന്നത് ശരിയല്ല. അപ്പോൾ അത് 2-3 പീസും കൂടി വെട്ടിയെടുത്തിട്ട് ആ ഭാഗത്ത് വെച്ച് ഡിസൈൻ ചെയ്ത് തരാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, അതിൽ ഏകദേശം ഇതിൻ്റെ ഒരു ചെറുതായിട്ടൊരു കളറ് ചുരിദാറിൽ വരുന്നുണ്ടെന്ന്, അത് മതി, എനിക്ക് തൽക്കാലം യൂസ് ചെയ്യാലോ, അല്ലെങ്കിൽ വെറുതെ അത് കളയണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് കസ്റ്റമർ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഓക്കെ നമ്മൾ ചെയ്തു തരാൻ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു. ആദ്യമായിട്ട് നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിന് ശേഷം ഞാൻ ആ ഒരു ഹോളിൻ്റെ, കാരണം അത് അവിടെ മൊത്തത്തിലൊരു വൈറ്റ് വന്നിട്ടുണ്ട്, ബുരികേൻ്റെ അവിടെ ആ കളറൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി വലുതേ പറ്റും, അല്ലെങ്കിൽ ചെറുതായിട്ടുള്ള വെച്ചാൽ നമുക്ക് അവിടെ ചെറിയ ഇതെന്തെങ്കിലും ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനത്തെ കടയിൽ നിന്ന് നമുക്ക് സ്റ്റിക്കറുകൾ വാങ്ങാൻ കിട്ടും, അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊന്നും വേണ്ട, അത് അത്ര ഫ്രഷ് ആയിട്ടൊന്നും ഇടാൻ പറ്റില്ല, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അവിടെ ചെയ്ത് തന്നാൽ മതി എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.